അഴിക്കും തോറും പുതിയ കുരുക്കുകളുണ്ടാകുന്ന കൂനാങ്കുരുക്കാവുകയാണ് ശബരിമലയിലെ കൊള്ളകൾ. ശബരിമലയുടെ സംരക്ഷകരായി ചമഞ്ഞ് അമ്പലം വിഴുങ്ങിയ ഓരോരുത്തരെ കാണുമ്പോൾ ആരാണ് അമ്പരക്കാത്തത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി. ശബരിമലയിലെ കൊള്ളക്കാരെ ജനം ശിക്ഷിക്കുമെന്ന ഭീതി എല്ലാ കള്ളന്മാരുടെയും ഉറക്കം കെടുത്തുന്നു. ശബരിമലയെ തൊട്ടാൽ തെരഞ്ഞെടുപ്പിൽ കുഴപ്പമാകുമെന്ന് ജനം കാണിച്ചു കൊടുത്തത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുവാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നണി തെരഞ്ഞെടുപ്പിൽ അമ്പയെ തോറ്റു. ശബരിമല എന്ന് കേട്ടാൽ ഞെട്ടുന്ന നിലയിലായി ഇടതുമുന്നണി. ശബരിമല സംബന്ധിച്ച സുപ്രീം കോടതിയുടെ 2018 സെപ്റ്റംബർ 28 വിധി നടപ്പാക്കുന്നതിന് സർക്കാർ കാണിച്ച അമിതാവേശമാണ് ആദ്യത്തെ അപകടം. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനത്തിനുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ചീഫ് ജസ്റ്റിസ് മിശ്ര, ജഡ്ജിമാരായ കാൻവിൽക്കർ, നരിമാൻ, ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങുന്ന സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ബെഞ്ചിലെ 4 അംഗങ്ങളും ഈ ആചാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു. ഇന്ദു മൽഹോത്ര വിയോജിച്ചു. യുവതികൾക്ക് ശബരിമല ദർശനത്തിനുള്ള വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് 2006 അഡ്വക്കേറ്റ് പ്രേരണകുമാരി അടക്കം 5 യുവതികൾ സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഈ വിധിയുണ്ടായത്. പുരോഗമനക്കാർ എന്ന് കരുതുന്ന പലരും ഈ നിലപാടുകാരായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും ശബരിമല ദർശനം അനുവദിക്കണമെന്ന് 2016 RSS സെക്രട്ടറി ഭയ്യാജി ജോഷി പറഞ്ഞു. കോടതി വിധി നടപ്പാക്കണമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. നിരീശ്വരവാദികളായ പിണറായി സർക്കാർ ഇത് നല്ല അവസരമായി കണ്ടു. ദൈവവിശ്വാസങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഇന്ന് പരസ്യമായി പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എങ്കിലും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തലമുറയിൽപ്പെട്ടവനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ സർക്കാർ കോടതി വിധിയുടെ മറവിൽ അവിടെ ആചാര ലംഘനം നടത്തിവെക്കുവാൻ മുൻകൈയെടുത്തു. എന്ത് എതിർപ്പും നേരിട്ട് ശബരിമല ദർശനം നടത്താൻ മുന്നോട്ട് വന്ന ബിന്ദു അമ്മണിക്കും കനകദുർഗയ്ക്കും സർക്കാർ എല്ലാ ഒത്താശയും നൽകി. അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധിച്ച് സമരത്തിനിറങ്ങി. ശബരിമല കർമ്മസമിതിയുണ്ടായി. അവർ ആചാര ലംഘനത്തെ എതിർത്തു. അതിന് ശ്രമിക്കുന്നവരെ കായികമായി തടയാൻ തയ്യാറായി. പോലീസ് കേസുകൾ ധാരാളമുണ്ടായി. സമുദായ സംഘടനകളിൽ NSS ശക്തമായി സമിതിക്കൊപ്പം നിന്നു. സർക്കാർ അവരെ വേട്ടയാടി. തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധ നാമജപ യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തു. SNDP പതിവ് പോലെ ഉരുണ്ടു കളിച്ചു. സർക്കാരിന് ഒപ്പവും വിശ്വാസികൾക്കൊപ്പവും നിന്നു. കേരള പുലയർ മഹാസഭ ധീരമായി സർക്കാരിനൊപ്പം നിന്നു. സ്ത്രീ വിമോചന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായി പിണറായി ഈ വിധിയെ ചിത്രീകരിച്ചു. വിധി നടപ്പാക്കുവാൻ ജനപിന്തുണ ഉണ്ടാക്കുന്നതിന് സർക്കാർ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. 190 സോഷ്യോ കൾച്ചറൽ സംഘടനകളുടെ സമ്മേളനം വിളിച്ചു. 176 സംഘടനകൾ സംബന്ധിച്ചു. 2019 ജനുവരി 1 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ ഉണ്ടാക്കി. സമരക്കാർ കുലുങ്ങിയില്ല. അവർ എതിർപ്പ് തുടർന്നു. BJPയും ജനാധിപത്യ മുന്നണിയും സമരക്കാർക്ക് ഒപ്പം നിന്നു. ഇതിനിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. പിണറായിയോടുള്ള പക തീർക്കണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്താൽ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ജനം ജനാധിപത്യ മുന്നണിയെ പിന്താങ്ങി. ഇടതുമുന്നണി ദയനീയമായി തോറ്റു. 20-ൽ 19 സീറ്റും ജനാധിപത്യ മുന്നണി നേടി. കളി പാളിയെന്ന് മനസ്സിലായി. പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി. സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് അപേക്ഷ കൊടുത്തു. 2019 നവംബറിൽ 5-അംഗ ബെഞ്ചിന്റെ വിധി 7-അംഗ ബെഞ്ചിന്റെ പുനഃപരിശോധനയ്ക്ക് വിടാൻ സുപ്രീം കോടതി സമ്മതിച്ചു. അതോടെ സമരക്കാർ വിജയിച്ചു. സർക്കാരിനും ആശ്വാസമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരം നിലനിർത്തി. അവരെ രക്ഷിച്ചത് ശബരിമലയല്ല, പിന്നെയോ ജനാധിപത്യ മുന്നണിയിലെ പിളർപ്പായിരുന്നുവെന്ന് പിണറായിക്ക് മനസ്സിലായി. ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മുന്നണിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതുകൊണ്ട് ഇടതുമുന്നണിയിലെത്തി. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തുടർ ഭരണം നേടി. എങ്കിലും ശബരിമല പ്രക്ഷോഭം ഉയർത്തിയ മുറിവുകൾ ഉണക്കണമെന്ന് ഇടതുമുന്നണിക്കും പിണറായിക്കും തീർച്ചയുണ്ടായിരുന്നു. ശബരിമല വിവാദമുണ്ടാക്കിയ മുറിവുകൾ ഉണക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയാണ് 2025 സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം. പമ്പയിലാണ് പരിപാടി നടന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ ഓഗസ്റ്റ് 16 സംഗമ വിവരം മാലോകരെ അറിയിച്ചപ്പോൾ തന്നെ സംഗതി വിവാദമായി. സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി സംഗമം സംഘടിപ്പിക്കുന്നതായിട്ടായിരുന്നു ആദ്യത്തെ അറിയിപ്പ്. എന്നാൽ വിഷയം ഹൈക്കോടതിയിലെത്തിയപ്പോൾ പരിപാടി ബോർഡിന്റെ മാത്രമായി. സർക്കാരിന് ഒരു പങ്കുമില്ലാത്ത പരിപാടി. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷം കൂടിയാക്കി ഈ സംഗമം.
സംഗമ പരസ്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്നത് വാസ്തവം. ലോകമെമ്പാടും നിന്നുള്ള 3000 അയ്യപ്പ ഭക്തന്മാർക്കാണ് സംഗമത്തിൽ പങ്കെടുക്കാമായിരുന്നത്. ഓൺലൈനിൽ നിന്ന് മാത്രം 4000-ത്തിലധികം ബുക്കിംഗ് ആയി എന്ന് സർക്കാർ അവകാശപ്പെട്ടു. ആഗോള പ്രശസ്തരായ ആത്മീയ നേതാക്കൾ, പണ്ഡിതർ, ഭക്തർ, സാംസ്കാരിക പ്രതിനിധികൾ, ഭരണകർത്താക്കൾ എന്നിവർ ഒന്നിച്ചിരുന്ന് ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്യുക. തത്വമസി എന്ന ദർശനത്തിന്റെ സാർവത്രിക സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് സമ്മേളനം എന്നും വിശദമാക്കപ്പെട്ടു. ശബരിമലയിലെ ആചാരങ്ങളെ എതിർക്കുന്നവരെ ആരെയും ക്ഷണിക്കില്ല എന്നും വ്യക്തമാക്കപ്പെട്ടു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രം ആക്കുകയാണ് ലക്ഷ്യം, ദേവസ്വം മന്ത്രി വാസവൻ ആവർത്തിച്ചു. ശബരിമല വികസനത്തിന് 1300 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ശബരിമല ഭക്തരെ കേൾക്കുന്നതിനാണ് സംഗമം. ശബരിമല വിമാനത്താവളം 2028-ൽ പൂർത്തിയാവും. റെയിൽവേ ലൈനും തയ്യാറാകുന്നതായി മന്ത്രി അറിയിച്ചു. ആഗോളതലത്തിലുള്ളവർ സമ്മേളനത്തിന് വരുന്നുണ്ട്. ശബരിമല വികസനത്തിന് ഭക്തരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും സംഗമത്തിന്റെ ലക്ഷ്യമാണ്. സംഘാടകർക്ക് വേണ്ടി മന്ത്രി വാസവൻ അറിയിച്ചു. ആഗോള സംഗമം രാഷ്ട്രീയ പരിപാടിയാണെന്നും വിലക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട് അജീഷ് കളത്തിൽ ഗോപി എന്ന അയ്യപ്പ ഭക്തൻ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. സെപ്റ്റംബർ 3-ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചു. ആഗോള സംഗമത്തിന് സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ 10 പൈസ ചെലവാക്കില്ലെന്ന് സംഘാടകർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. സെപ്റ്റംബർ 9-ന് കേസിൽ തീർപ്പും കൽപ്പിച്ച് ഹൈക്കോടതി സംഗമം നടത്തുവാൻ ദേവസ്വം ബോർഡിന് സ്വാഭാവിക അനുമതി കൊടുത്തു. 1950-ലെ തിരുക്കൊച്ചി ഹിന്ദു മതസ്ഥാപന നിയമമനുസരിച്ച് എല്ലാം നടക്കണം. പമ്പയുടെ പവിത്രത കാത്തുസൂക്ഷിക്കണം, കോടതി നിർദ്ദേശിച്ചു. സംഗമത്തിന് പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കപ്പും ഉപയോഗിക്കരുത്. മതാചാരണങ്ങളെ ബാധിക്കരുത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കണം. ഭക്തരുടെ ശബരിമല യാത്രയ്ക്ക് സംഗമം തടസ്സമാവരുത്. അക്കൗണ്ടുകൾ സുതാര്യമാവണം. സംഭാവനകൾ, സ്പോൺസർമാർ എല്ലാവരുടെയും വിവരങ്ങൾ സുതാര്യമാക്കണം. ഇവർക്കാർക്കും ശബരിമല ദർശനത്തിന് പ്രത്യേക പാസ് അരുത്. 45 ദിവസത്തിനകം അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് കണക്ക് സമർപ്പിക്കണം, ഹൈക്കോടതി നിർദ്ദേശിച്ചു. SNDP, കേരള പുലയർ മഹാസഭ എന്നീ ഹിന്ദു സംഘടനകൾ ധീരമായി സർക്കാരിനൊപ്പം നിന്നു. NSS സ്വാഭാവികമായി പിന്തുണച്ചു. വിവാദങ്ങൾക്കിടയിൽ സംഗമം നടന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി തന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെയും കയറ്റിയത് വലിയ ചർച്ചാ വിഷയമായി. പക്ഷേ സംഘാടകർ അവകാശപ്പെട്ടതുപോലെ ജനം വന്നില്ല. ഉദ്ഘാടന സമ്മേളനത്തിൽ ഒഴികെ ഒരു സമ്മേളനത്തിലും ആളുണ്ടായില്ല. ആളില്ലാതെ കിടക്കുന്ന കസേരകളുടെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു. ആഗോള സംഗമം വിവാദമായതോടെ ബോർഡും സർക്കാരും പലതും പറഞ്ഞു. 2018-ലെ പ്രളയത്തോടെ നിർത്തിവെച്ച പമ്പാ സംഗമം പുനരാരംഭിക്കും എന്നതായിരുന്നു ഒരു പ്രഖ്യാപനം. രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ ആരംഭിച്ച പരിപാടിയാണ് പമ്പാ സംഗമം. അയ്യപ്പ സംഗമം മാത്രമല്ല, ന്യൂനപക്ഷ സംഗമങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രഖ്യാപിച്ചത് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയാണ്. അതിൽ ആരൊക്കെ പങ്കെടുക്കും, എന്തെല്ലാം നടക്കുമെന്നൊന്നും ഇപ്പോഴും തീർച്ചയായിട്ടില്ല. ന്യൂനപക്ഷ സംഗമം നടത്തുന്ന ഇടതു സർക്കാരിനോട് തീർച്ചയായും ഒരു ചോദ്യം ഉയരും. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുമോ? അതിലെ ശുപാർശകൾ എന്തെല്ലാമാണ്? അവ നടപ്പാക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം ഇന്നും ബാക്കി. സംഗമം സംബന്ധിച്ച വിവാദങ്ങൾ കത്തിനിൽക്കെ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പീഠങ്ങൾ കാണാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ പുതിയ വിവാദമായി. ശബരിമലയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു പുളിമാത്തുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. തന്ത്രിയുടെ സഹായിയായി 2004-ൽ ശബരിമലയിൽ എത്തിയ പോറ്റി 2008 വരെ അവിടെ സഹായിയായിരുന്നു. ഇതിനിടെ വല്ലാതെ വളർന്നു. ശബരിമലയിലെ പരിപാടികളുടെ സ്പോൺസറും സ്പോൺസർമാരെ കണ്ടെത്തുന്നവനും എല്ലാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ എല്ലാ ഭരണവും പോറ്റി വഴിയും അദ്ദേഹം അറിഞ്ഞും ആയി. എല്ലാ ദേവസ്വം പ്രസിഡന്റ്മാരുടെയും അടുത്ത ആളായി പോറ്റി. സെപ്റ്റംബറിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം സ്വർണം പൂശാൻ കൊണ്ടുപോയതും പോറ്റിയാണ്. ഹൈക്കോടതിയുടെ ശബരിമല കമ്മീഷണർ അറിയാതെയായിരുന്നു ഈ ഇടപാട്. കമ്മീഷണർ വിവരം ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിന് ഉത്തരവിറക്കി. പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ആ അന്വേഷണത്തിലാണ് ജനങ്ങളെ ആകെ അമ്പരിപ്പിക്കുന്ന കൊള്ളയുടെ കഥകൾ ഓരോന്നായി പുറത്തുവന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായി പ്രവർത്തിച്ചിരുന്ന 2 സഖാക്കളടക്കം 13 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. പോറ്റി എന്തുദ്ദേശത്തോടെയാണ് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പീഠങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞത് എന്നത് ആർക്കും ഉറപ്പില്ല. ഏതായാലും ദേവസ്വം വിജിലൻസ് ഉണർന്നു. അന്വേഷണമായി. സെപ്റ്റംബർ 28-ന് ദേവസ്വം വിജിലൻസ് ആ പീഠങ്ങൾ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കോവിഡ് കാലത്ത് അറ്റകുറ്റപ്പണികൾക്കായി എടുത്തതാണ്. തിരിച്ചിടാൻ മറന്നു. ദേവസ്വം ബോർഡ് തിരക്കിയതുമില്ല.
സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരു പൈസ ചെലവില്ലെന്ന് പറഞ്ഞു നടത്തിയ സംഗമം സംബന്ധിച്ച് ആദ്യ കണക്ക് വന്നപ്പോൾ തന്നെ പണി പാളി. സംഗമത്തിന് 8.22 കോടി രൂപ ചെലവാക്കിയതായാണ് അക്കാലത്ത് പുറത്തുവന്ന വിവരം. ദേവസ്വം ബോർഡ് 3 കോടി ചെലവാക്കി, സർക്കാർ 2 കോടിയും. കണക്കുകൾ 45 ദിവസത്തിനകം അല്ലെങ്കിലും ഫെബ്രുവരിയിൽ കോടതിയിൽ എത്തി. കോടതി വല്ലാതെ അസ്വസ്ഥമായി. ആഗോള സംഗമത്തിന്റെ കണക്കുകളിൽ വല്ലാത്ത പൊരുത്തക്കേടെന്ന് 2026 ഫെബ്രുവരി 11 ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. സംഗമം നടത്തിയ വകയിൽ 3.4 കോടി കടമുണ്ടെന്ന്. ദേവസ്വം ഫണ്ടിൽ നിന്നും ചെലവാക്കിയ 2 കോടി തിരിച്ചു കിട്ടിയില്ല. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി ലഭിച്ചു. അതിൽ 2 കോടി ആര് നൽകി എന്നതടക്കം പലതും നിഗൂഢ രഹസ്യമാണ്. ചെലവ് 7 കോടിക്ക് മുകളിൽ. ബില്ലുകൾ ഇനിയും തീർക്കാനുണ്ട്, കോടതിയിലെ റിപ്പോർട്ട് പറയുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് ടെൻഡർ ഇല്ലാതെ ജോലി നൽകി. ഉപകരാറുകാരിൽ നിന്നും ലഭിച്ച ഇൻവോയ്സുകൾ കൃത്യമായി തരം തിരിച്ചിട്ടില്ല. കിടക്കകൾ, കേബിളുകൾ, പാനൽ ബോർഡ് ജോലികൾ സംബന്ധിച്ച കണക്കിലും പൊരുത്തക്കേടുണ്ട്. അതിഥികൾക്ക് നൽകാനായി 4100 വീതം പാക്കറ്റ് അപ്പം, അരവണ, വിഭൂതി മഞ്ഞൾ, കുങ്കുമം, നെയ്, ചന്ദനം എന്നിവ കരുതി. ഇവയുടെ തുക രേഖപ്പെടുത്തിയില്ല. ദേവസ്വം ബോർഡിനോടും സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോടും കോടതി വിശദീകരണം ചോദിച്ചു. ഫെബ്രുവരി 27-നകം വിശദീകരണം നൽകണം. 27-ന് അറിയാം കോടതി എന്തു പറയുമെന്ന്. ഏതായാലും നല്ലത് പറയാൻ ഇടയില്ലല്ലോ. അങ്ങനെയല്ലേ കണക്കുകളുടെ സത്യം. അയ്യപ്പ സംഗമം കാരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. കണക്കുകളിലെ പൊരുത്തക്കേടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദേവസ്വം മന്ത്രി N. വാസുവൻ പറഞ്ഞു, അതിൽ കുറെ സത്യവുമുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പുറത്തുകൊണ്ടുവരുന്നത് ശബരിമലയിലെ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയുടെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കണക്കുകളാണ്. കട്ടിളപ്പായയുടെയും ദ്വാരപാലക ശില്പം എന്നിവയുടെയും കാര്യത്തിൽ മാത്രമല്ല, 2017 പുതുക്കി പണിത കൊടിമരത്തിന്റെ കാര്യത്തിലും സംശയം ഉണ്ടായിരുന്നു. ഹൈദരാബാദിലെ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ചെലവിൽ കൊടിമരം പുനർനിർമ്മിക്കുവാൻ 3.20 കോടി രൂപ ചെലവായി. അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിന്റെ മേൽനോട്ടത്തിലാണ് എല്ലാം നടന്നത്. കോൺഗ്രസ് നേതാവ് അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റ്. ബോർഡിൽ അജയ് തറയിലും CPM നേതാവ് K. രാഘവനും ഉണ്ടായിരുന്നു. കൊടിമര നിർമ്മാണത്തിനായി കസ്റ്റംസിൽ നിന്നും 91.6 കിലോ സ്വർണം വാങ്ങി. ഒരു നടനും നിർമ്മാതാവും സ്വർണം സംഭാവന നൽകി. ഓരോരുത്തരും നൽകിയ സംഭാവനയുടെ തൂക്കത്തിന് ബോർഡിൽ കണക്കില്ല, രേഖകളില്ല. വിജിലൻസ് കണക്കനുസരിച്ച് 9.57 കിലോ സ്വർണം ലഭിച്ചു. 9.34 കിലോയാണ് ഉപയോഗിച്ചത്. സംഭാവന നൽകിയവരിൽ നിന്നെല്ലാം സംഘം തെളിവെടുക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ അങ്കലാപ്പിലായിട്ടുണ്ട്. അവർ അസ്വസ്ഥരുമാണ്. ചോദ്യം ചെയ്യപ്പെട്ടവരിൽ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അടൂർ പ്രകാശുണ്ട്. KPCC അധ്യക്ഷപദം ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ട ആന്റോ ആന്റണി വാങ്ങിയ 2.5 കോടിയുടെ കഥ പുറത്തായി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് വാങ്ങിയതെന്നും ആ തുക തിരിച്ചു കൊടുത്തെന്നും പറയുന്നത് അത്ര വിശ്വാസം വരുന്നില്ല. കോടതി ധീരമായി മുന്നോട്ടു പോകുന്നു. 2016 മുതലുള്ള ദേവസ്വം രേഖകൾ വിജിലൻസിന് കൈമാറാൻ കോടതി ഉത്തരവായി. ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസുകാരും കട്ടുവെന്ന് വരുന്നത് CPMന് സഹായകമാണ്. ജനരോക്ഷം അവർക്കെതിരെയും തിരിയുമല്ലോ. അഴിമതികളെക്കുറിച്ച് പറയുമ്പോൾ ഭരിക്കുന്നവർ സാധാരണ ഉപയോഗിക്കാറുള്ള മറയാണിത്. നിങ്ങൾ കട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങളും കട്ടു. അപ്പോൾ ഭരണമാറ്റത്തിനു വേണ്ടി ചോദിക്കുന്നത് പോലും കക്കുന്നതിന് അവസരം കിട്ടാനാണ് എന്നല്ലേ. കൊള്ളയുമായി ബന്ധപ്പെട്ട പല കാര്യത്തിനും അന്വേഷണ സംഘത്തിന് കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. കട്ടിളപ്പാളയുടെയും ദ്വാരപാലക ശില്പം എന്നിവയുടെയും കാൽപ്പഴക്കം കൃത്യമല്ല. VSSCയിലെ പരിശോധനയിൽ കൃത്യമായ കാലപ്പഴക്കം കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും പരിശോധിക്കുകയാണ്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവോ സ്വർണപ്പാളികളുടെ കൃത്യമായ കാലപ്പഴക്കമോ VSSCക്ക് നിശ്ചയിക്കാനായില്ല. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവ ഒരുക്കിയപ്പോൾ 989 ഗ്രാം സ്വർണം കിട്ടിയെന്നും 575 ഗ്രാം വീണ്ടും പൂശാൻ ഉപയോഗിച്ചെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ മൊഴി. അതിനുള്ള തുക ബോർഡിന് നൽകിയെന്ന് അവർ വാദിച്ചു. VSSCയിലെ 2ാം പരിശോധനയിൽ ഒരുക്കിയപ്പോൾ ഇരട്ടിയിലധികം സ്വർണം കിട്ടിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ പാളികളാണോ വെച്ചതെന്ന് വ്യക്തമല്ല. കേരളത്തിന് പുറത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് നീക്കം. ഇതിനിടെ പോറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ പുതിയ ഫോട്ടോ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയതിന്റെ പുതിയ തെളിവുകൾ വരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി. ഒരാളുടെ പങ്ക് വ്യക്തം. അവരെന്റെ കാര്യം പരിശോധിക്കുന്നു എന്നും വാർത്തയുണ്ട്. ഇഡിയുടെ അന്വേഷണം തുടരുന്നു. മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയെയും പോറ്റിയുടെ സുഹൃത്ത് കൽപേഷിനെയും ഇഡി ചോദ്യം ചെയ്യുമത്രേ. കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള അന്വേഷണ സംഘത്തിന്റെ യജ്ഞം മൂലം പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു.
സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ചവർ അന്വേഷണത്തിലെ പിഴവുകൊണ്ട് സ്വാഭാവിക ജാമ്യം നേടുന്നത് സാധാരണക്കാർക്ക് അംഗീകരിക്കാനാവുന്നില്ല. ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച ബെല്ലാറിയയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് ജാമ്യം കിട്ടിയില്ല. പോറ്റിയിൽ നിന്നും 1.5 കോടിയുടെ സ്വർണം വാങ്ങിയതായി അദ്ദേഹം സമ്മതിച്ചു. അതിനുള്ള രേഖകളും ഹാജരാക്കി. എന്നിട്ടും അന്വേഷണ സംഘം അദ്ദേഹത്തെ ഗൂഢാലോചനയിൽ പങ്കുകാരനാക്കി അറസ്റ്റ് ചെയ്തു. കേസിലുള്ള ആകെ തുകയേക്കാൾ അധികം ശബരിമലയിൽ സംഭാവന കൊടുത്തവനാണ് ഗോവർദ്ധൻ എന്ന് അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ പ്രശസ്ത അഭിഭാഷകൻ മുകുൾ റോഹാഗ്നി വാദിച്ചിട്ടും കോടതി സമ്മതിച്ചില്ല. ഇതിനിടെയാണ് 5 പേർ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ഫെബ്രുവരി 11 മുൻ പ്രസിഡന്റ് എൻ വാസുവും ജയിൽ വിട്ടു. മുരാരി ബാബു, എസ് ശ്രീകുമാർ, ഡി സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരും ജയിൽ മോചിതരായി. മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു 95 ദിവസമായി ജയിലിലാണ്. ശബരിമലയിലെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ശബരിമല അയ്യപ്പന് പ്രതിതുല്യരായി ഭക്തന്മാർ കണക്കാക്കുന്ന തന്ത്രി പോലും സംശയത്തിന്റെ നിഴലിലായി. തന്ത്രിക്ക് 2.05 കോടി രൂപയാണ് ബാങ്ക് നിക്ഷേപം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 62 ലക്ഷത്തോളം രൂപയും. പ്രത്യേക സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ പറഞ്ഞു. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2004 മുതൽ അടുത്ത ആൾക്കാരാണെന്ന് സംശയിക്കുവാൻ ഏറെ പഴുതുണ്ട്. ദിവസവേതനക്കാർ വരെ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാണിക്ക പരിപാലനം പോലുള്ള ജോലികൾക്കായി ഓരോ സീസണിലും 100 പേരെയാണ് നിയോഗിക്കുക. ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് അനധികൃത പണം എത്തുന്നതായി പോലീസ് കണ്ടു. സന്നിധാനത്തുള്ള 2 ബാങ്കുകളും പോസ്റ്റ് ഓഫീസും പോലീസ് പരിശോധിച്ചു. ഒരു സീസണിൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ രൂപയുടെ ഇടപാടുകൾ നടത്തിയ ദിവസവേതനക്കാരെയാണ് പരിശോധിച്ചത്. ഇവരുടെ ശമ്പളം സീസൺ കഴിഞ്ഞ് അക്കൗണ്ടുകളിലേക്കാണ് ഇടുന്നത്. അതിനു മുമ്പ് ദിവസവും ബാങ്ക് ഇടപാടുകൾ നടത്തി. 5000 മുതൽ 6000 വരെ രൂപയുടെ ഇടപാടുകൾ ദിവസവും നടന്ന അക്കൗണ്ടുകളുണ്ട്. ഭസ്മം, കുങ്കുമം എന്നിവ കലർന്ന നോട്ടുകൾ ധാരാളം കിട്ടാറുണ്ട്. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചു. ഭക്തർക്ക് ദർശനം, പ്രസാദം, വഴിപാട് എന്നിവയ്ക്ക് സഹായം നൽകി സമ്പാദിച്ച പണമാവണം ഇതെന്ന് പോലീസ് കരുതുന്നു. ശബരിമലയിൽ മോഷ്ടിക്കാത്തവർ ഇല്ല എന്ന സൂചനയാണ് ഈ അന്വേഷണം പുറത്തു കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം ഭരിച്ച കാലത്തും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല എന്നാണ് സൂചനകൾ. ശബരിമലയിലെ പുതിയ മോഷണങ്ങൾ തടയാനെങ്കിലും ഈ അന്വേഷണം നിമിത്തമാകട്ടെ എന്നാണ് സുമനസ്സുകളുടെ പ്രാർത്ഥന. മറ്റുള്ളവരെ കുടുക്കാൻ നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെല്ലാം കുടുങ്ങുന്ന സത്യത്തിന്റെ നേർവിജയത്തിന്റെ കാഴ്ചയും പ്രതീക്ഷ പകരുന്നതാണ്. പുറത്തുവരാത്ത ഒരു രഹസ്യവും ഇല്ലെന്ന സത്യം ഒരിക്കൽ കൂടി വിജയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിനുള്ള എത്ര തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കുന്നത്? 3-ാം ഊഴത്തിന് പ്രതീക്ഷയോടെ കരുക്കൾ നീക്കുകയാണ് പിണറായി. ബജറ്റിൽ മറന്നുപോയ പലതും പുതുതായി വരുന്നു. വോട്ടർമാരിൽ നല്ല ശതമാനം വരുന്ന മുതിർന്നവരെ കയ്യിലെടുക്കണമെന്ന ചിന്ത പ്രകടമായി. മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമത്തിന് പുതിയ നയം സർക്കാർ പ്രഖ്യാപിച്ചു. അതിലെ പ്രഖ്യാപനങ്ങൾ എല്ലാം നല്ലതാണ്. പക്ഷേ എങ്ങനെ നടപ്പാക്കും എന്ന ചോദ്യമുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കുവാൻ ഇതുവരെ സർക്കാരിനായില്ല എന്ന് ഓർക്കണം. പുതിയ വനിതാ നയവും വന്നു. അതും നല്ലതാണ്. വന്യജീവി ആക്രമണങ്ങളിൽ വിള നഷ്ടപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾക്കായി മലയോര വികസന ഉന്നതാധികാര സമിതി രൂപീകരിക്കാനും തീരുമാനമായി. 60 വയസ്സ് കഴിഞ്ഞ 1.94 ലക്ഷം കർഷകർക്ക് മാസം 1600 രൂപ വെച്ച് സർക്കാർ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇതുവരെ 2.79 ലക്ഷം കർഷകർ പദ്ധതിയിൽ അംഗമായി. ഇടത് സർക്കാർ നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ എല്ലാം സ്ഥിരപ്പെടുത്തുവാൻ നടക്കുന്ന നീക്കവും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. കൺസ്യൂമർ ഫെഡിലെ 1084 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം പോലെ പലതും നടക്കുന്നു. പഞ്ചദിന പ്രവൃത്തിവാരവും അതിൽ പെടുന്നു. പാലായിൽ ജോസ് കെ മാണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം ജോസ് കെ മാണിയുടെ മുകളിൽ കയറാനുള്ള നീക്കമായി ചിത്രീകരിക്കുന്നത് അറിവില്ലായ്മയാണ്. മുന്നണി മാറ്റം സംബന്ധിച്ച ആലോചനകൾ വന്നപ്പോൾ റോഷി ഉറച്ച നിലപാടെടുത്തു എന്നത് സത്യമാണ്. ചെയർമാൻ എല്ലാവർക്കും നിലപാടുകൾ തുറന്നു പറയാൻ അവസരം കൊടുത്തു. ചെയർമാൻ ജോസിനോട് ഏറെ വിധേയത്വത്തോടെ പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം. പാലായിലെ സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസിന്റെ കൂട്ടിച്ചേർക്കലും ജോസ് മത്സരിക്കില്ല എന്ന ധ്വനിയിൽ ഉള്ളതല്ല. അദ്ദേഹം തന്നെയാവും പാലായിൽ മത്സരിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയും അടക്കം ഏറെ വലിയ നേതാക്കൾ പങ്കെടുത്ത കാസർഗോഡ് കുണിയയിൽ ചേർന്ന സമസ്തയുടെ ശതാബ്ദി സമ്മേളനം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധേയങ്ങളാണ്. ഈദുൽ ഫിത്തർ, ഈദുൽ അസ്ഹ ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ പൊതു അവധി വേണം എന്നതാണ് ഒന്ന്. കേരളത്തിൽ അറബി സർവകലാശാല സ്ഥാപിക്കണം എന്നതാണ് വേറൊന്ന്. മലപ്പുറം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകൾ വിഭജിക്കണം എന്നത് മറ്റൊരു നിർദ്ദേശം. മലപ്പുറം മാത്രം വിഭജിക്കണം എന്ന് പറയുന്നതിലെ ഒരിത് അതിലൂടെ ഒഴിവാക്കി.
45 ലക്ഷം ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് സമ്മേളനം ഓർമ്മിപ്പിച്ചു. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റും 38 ജില്ലയുമുള്ള കാര്യം സമസ്ത ചൂണ്ടിക്കാട്ടി. സ്കൂളിലെ അച്ചടക്കം പാലിക്കുന്നതിന് വിദ്യാർത്ഥിയെ ശിക്ഷിക്കുന്നത് കുറ്റകൃത്യമല്ല എന്ന കേരള ഹൈക്കോടതിയുടെ ഫെബ്രുവരി 11 വിധി ഏറെ പ്രസക്തമാണ്. വിദ്യാർത്ഥിയെ സ്റ്റാഫ് റൂമിൽ വെച്ച് ചൂരൽ കൊണ്ട് അടിച്ചതിന് വെങ്ങാനൂർ സ്കൂളിലെ അധ്യാപകനെതിരെ വിഴിഞ്ഞം പോലീസ് എടുത്ത കേസിലെ തുടർ നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ പ്രസ്താവന നടത്തിയത്. അധ്യാപകന്റെ പ്രവൃത്തി സതുദ്ദേശത്തോടെയോ എന്ന് പരിശോധിക്കണം എന്നും കോടതി നിരീക്ഷിച്ചു. 2025 ഫെബ്രുവരി 10 വെങ്ങാനൂർ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് അധ്യാപകൻ ചൂരൽ കൊണ്ട് അടിച്ചു. ഫെബ്രുവരി 13 കുട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്തു. കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചാൽ നിക്ഷേപം എത്തില്ല, നാട് വികസിക്കില്ല. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. 3500 കോടിയുടെ വ്യവസായ നിക്ഷേപം കേരളത്തിൽ നിന്നും തെലങ്കാനയിലേക്ക് പോയി. 399 സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പ് നടന്നു. 125-ലേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. അവർ കുറ്റപ്പെടുത്തി. കരുവന്നൂർ സഹകരണ സംഘത്തിലെ 126 കോടിയുടെ തട്ടിപ്പിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ ഭീതിപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ പിറ്റേന്നത്തെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. സഹകരണ സംഘങ്ങളിൽ 1582 കോടിയുടെ തട്ടിപ്പുകൾ നടന്നതായി സമിതി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ 645 സൊസൈറ്റികൾ പൂട്ടൽ ഭീഷണിയിലാണ്. 3466 സംഘങ്ങൾ നിശ്ചലങ്ങളാണ്. 2008 മുതൽ 2024 സെപ്റ്റംബർ വരെ സഹകരണ വിജിലൻസ് വിംഗ് 713 പരാതികളിൽ അന്വേഷണം നടത്തി. ഒരു വർഷം ശരാശരി 44 കേസുകൾ സമിതി ചൂണ്ടിക്കാണിച്ചു. അതായത് നിർമ്മല പറഞ്ഞതിലും ദയനീയമാണ് സഹകരണ മേഖലയിലെ കാര്യങ്ങൾ. 2008 കേരള കോ ഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം അനുസരിച്ച് ഇതുവരെ ഒരു പൈസ പോലും നഷ്ടപരിഹാരം നൽകിയില്ല. കാലടിയിലെ സംസ്കൃത സർവകലാശാല സിനിമാ നടി ശോഭനയ്ക്കും സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ NP ഉണ്ണി, സംഗീതജ്ഞൻ TM കൃഷ്ണൻ എന്നിവർക്കും 2021 പ്രഖ്യാപിച്ച ഡിലിറ്റ് ഇതുവരെ കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ ഒരു ചടങ്ങിന് എത്തിയ ശോഭനയാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. ചടങ്ങ് നടത്താൻ പണമില്ലാത്തതാണ് കാരണം. സർവകലാശാല 4 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഡിലിറ്റ് ദിനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും കർഷക താൽപര്യങ്ങളും ബലികഴിച്ചു. തുണി വ്യവസായത്തിന്റെ കഥ കഴിഞ്ഞു. ഡിജിറ്റൽ മേഖലയെ അടിയറ വെച്ചു. ഇന്ത്യ എവിടെ നിന്നും എണ്ണ വാങ്ങിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്ന കാലം. നമ്മുടെ ഡേറ്റ സൗജന്യമായി അമേരിക്കയിലേക്ക് പോകുന്നു. ഇന്തോ അമേരിക്കൻ വാണിജ്യ കരാറിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഏറെ ആഴമുള്ളതായി. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് 3% തീരുവ 18%. അമേരിക്കയുടെ തീരുവ 16 നിന്നും 0 രാഹുൽ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയെ വിറ്റത് 2013 ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരിച്ചടിച്ചു. ലോക വ്യാപാര സംഘടനയുമായുള്ള കരാറിലൂടെ കർഷകരെയും പാവങ്ങളെയും വഞ്ചിച്ചു. ധാന്യസംഭരണവും റേഷനും നിലയ്ക്കുമായിരുന്നു അവർ ചൂണ്ടിക്കാട്ടി. അന്നും പ്രതിപക്ഷം പറഞ്ഞതാണ് ഈ കച്ചവട കാര്യം. പക്ഷേ സർക്കാർ സമ്മതിച്ചില്ല. ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നു. അതുപോലെ ഇന്ന് രാഹുൽ പറഞ്ഞതും നാളെ അനുഭവിക്കേണ്ടി വരും എന്നതല്ലേ സത്യം. കേരളത്തിലെ റബ്ബർ കർഷകന്റെയും മറ്റും നടുവൊടിച്ചത് ഈ കരാറാണ്. കർഷക സബ്സിഡികൾ ഇല്ലാതാക്കിയതും ഈ കരാറാണ്. നെല്ല് സംഭരണത്തിന് സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം നിർത്തണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നതും അതുകൊണ്ടല്ലേ. കേന്ദ്രം നിശ്ചയിച്ച സംഭരണ വിലയായ കിലോഗ്രാമിന് 23.69 രൂപ അപര്യാപ്തമാണെന്ന് കേരള സർക്കാർ മനസ്സിലാക്കുന്നു. 40 രൂപയെങ്കിലും സംഭരണം വേണമെന്ന് കേരളം കണക്കുകൂട്ടുന്നു. ഓരോ സംസ്ഥാനത്തെയും ഉൽപാദന ചെലവിന് അനുസരിച്ച് തുക കൊടുക്കണം എന്നാണ് കേരളത്തിന്റെ പക്ഷം. PM കെയർസ് ഫണ്ട് അഥവാ പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ടിനെ കുറിച്ച് ലോക്സഭയിൽ ചോദ്യങ്ങൾ പാടില്ലത്രേ. കോവിഡിനെ നേരിടാൻ 2020 മാർച്ച് 7 നിലവിൽ വന്ന ഫണ്ടിൽ 24,000 കോടി രൂപയുണ്ട്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട് അഥവാ PMNRF ഫണ്ട്, ദേശീയ പ്രതിരോധ ഫണ്ട് അഥവാ NDF എന്നിവകളെക്കുറിച്ചും ചോദ്യം പാടില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ഈ ഫണ്ടുകളിലേത് പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ല, ജനങ്ങളുടെ സംഭാവനയാണ് എന്നതാണ് എല്ലാം രഹസ്യമായി വെക്കുന്നതിനുള്ള ന്യായീകരണം. സുതാര്യത ഇല്ലാത്ത ഭരണം എന്ന് ആരും പറഞ്ഞു പോകും. സമാധാനത്തിന്റെ നോബൽ ജേതാവായ നർഗിസ് മുഹമ്മദിക്ക് ഇറാൻ 7 വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചു. മനുഷ്യാവകാശങ്ങൾക്ക് വാദിക്കുന്നതാണ് കുറ്റം. നമ്മുടെ ലോകം എങ്ങോട്ട്?
ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.